ഞാനേ ഞാനിപ്പോൾ എവിടെയെന്നറിയോ? ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൂമെന്റ് ആട്ടോ ഇനി സംഭവിക്കാൻ പോകുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാടും പാതിരി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വൺ ആൻഡ് ഉള്ളി ഇന്ത്യയിലെ തന്നെ പ്രീസ്റ്റാണ് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ. അച്ഛൻ ഇവിടെ UAE വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ അച്ഛൻ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചിലവഴിക്കാൻ പറ്റുമോ, കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. അപ്പോൾ ഇന്ന് അച്ഛൻ അബുദാബിയിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു രാവിലെ. അപ്പം ഞാൻ ചോദിച്ചു രാവിലെ അങ്ങോട്ട് വരുവാണെങ്കിൽ അച്ഛൻ ഒത്തിരി സമയം തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പം അച്ഛൻ ഇങ്ങനെ ഇവിടെ നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന നല്ല കിളികളൊക്കെ ഉള്ള ഒരു അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അച്ഛൻ നിൽക്കുന്നത്. അച്ഛൻ ഇങ്ങനെ കിളികളുടെയൊക്കെ അടുത്ത് രാവിലെ നിൽക്കുക. നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം, വാ. അച്ഛാ, എനിക്ക് കുറേ കാര്യങ്ങൾ അച്ഛനോട് ചോദിക്കാനുണ്ട്. അപ്പൊ ഇത്രയും രാവിലെ അച്ഛനെ ഇങ്ങനെ എണീപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ രാവിലത്തെ ഈ ഒരു വൈബിലൊരു നല്ലൊരു ഭജൻ കേട്ട് തുടങ്ങിയാലോ? പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. അച്ഛനൊരു വോക്കോളജിസ്റ്റ് ആണല്ലോ. ആക്ച്വലി വോക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അച്ഛാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോക്കോളജി എന്ന് പറയുന്നത് ശബ്ദശാസ്ത്രമാണ്. അത് അമേരിക്കയിൽ ഉടലെടുത്ത ഒരു ആധുനിക ശബ്ദശാസ്ത്രമാണ്. അപ്പം അതിനെ പറയുന്നത് വോക്കോളജി ഈസ് ദ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹ്യൂമൻ വോയിസ് ഹബിലിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശബ്ദത്തെ എങ്ങനെ മനോഹരമാക്കാം, എങ്ങനെ ശാക്തീകരിക്കാം, എങ്ങനെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താം, അതിനെ സംസ്കരിച്ചെടുക്കാമെന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഒരു വശത്ത്. മറുവശത്ത് നമുക്ക് എന്തെങ്കിലും ശബ്ദ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് ഉണ്ടെന്ന്. പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് മാത്രമല്ല, എല്ലാ ശബ്ദ ഉപയോക്താക്കൾക്കും ഉപകാരമുള്ള ഒരുപാട് ചികിത്സ പദ്ധതി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ശബ്ദരോഗങ്ങൾ അല്ലെങ്കിൽ ശബ്ദ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കൂടി ഈ വോക്കോളജിക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു വോയിസ് ക്ലിനിക്ക് എനിക്ക് തൃശ്ശൂരിലുണ്ട്, ചേതനയിൽ. എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ ആളുകളെ പലതരത്തിലുള്ള ശബ്ദ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളെ ചികിത്സിക്കുന്ന ഒരു വോയിസ് ക്ലിനിക്ക് അവിടെയുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല ഈ വോക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഉണ്ട്, ഓഡിയോളജി ഉണ്ട്. അതൊക്കെ കുറെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇതിന്റെ ശാഖകളാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത് സ്വനപേടകം, അതിൻ്റെ പ്രവർത്തനം, ശബ്ദം ആണല്ലോ സ്വനപേടകം എന്ന് പറയുന്നത്. അതിനെ മാത്രം വളരെ ആഴത്തിൽ പരിശോധിക്കുകയും പ്രശ്നപരിഹാരങ്ങൾ അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് വോക്കോളജി. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ വോക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അച്ഛൻ ഏകദേശം 1000-ഓളം പാട്ടുകൾ ചെയ്തു കഴിഞ്ഞു. ഇതില് പെട്ടെന്ന് ഇപ്പൊ അച്ഛൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അച്ഛനോട് 2 വരി. ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ അപദാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്റെ തമ്പുരുമീട്ടി കന്യാസുതനെ നിൻവിരൽ തഴുകി പാടാത്ത വീണകൾ പാടി ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ അപദാനം പാടി.
ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എഴുതിയ വരികളാണ് ഞാൻ കമ്പോസ് ചെയ്ത് എന്റെ ഗുരുനാഥനായിട്ടുള്ള നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ദാസേട്ടൻ തരംഗണി ഇറക്കിയിട്ടുള്ളത്. അച്ഛൻ ഈ പെട്ടെന്ന് അച്ഛനോട് ഏറ്റവും പാടാമെന്ന് ചോദിച്ചാൽ ഓർമ്മ വന്നത് ഈ പാട്ടാ. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സൺഡേ സ്കൂളിലെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ ഇപ്പൊ ഒരു 20 വർഷത്തിന് മേളിലായി ഞാൻ മത്സരം കഴിഞ്ഞിറങ്ങിയിട്ട്. അതിനെ മുന്നേ ഇത് പാടി കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട്. എന്നാൽ ഇപ്പൊ പോലും കുട്ടികൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു പാട്ട് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് ഈ പാട്ടേ വരത്തുള്ളൂ. അപ്പൊ അത്രയും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നൊരു, അത് ഫീമെയിലിനോ മെയിലിനോ ഒന്നുമില്ല, കൂടുതലും മെയിലാണ് സെലക്ട് ചെയ്യാറ്. എന്നാലും ഒരു ക്ലാസിക്കൽ ടച്ചിൽ അതങ്ങനെ എന്നാലും ഇത്രയും അച്ഛന്റെ വായിന്ന് തന്നെ നേരിട്ടത് കേൾക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം അച്ഛൻ. അച്ഛൻ ഇപ്പൊ PhD മ്യൂസിക്കിൽ എടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീസ്റ്റുമാരല്ലെ വൈദികർ അങ്ങനെ ഒരു മേഖലയിലേക്ക് തിരിയുന്നത് വളരെ റെയർ ആയിരിക്കും നല്ലതാണ്. അപ്പൊ ആ വൈദികരുടെ ആ ഒരു ചിന്താഗതിയിൽ നിന്നൊന്നും മാറി അച്ഛൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് സെലക്ട് ചെയ്യാനുണ്ടായ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? അതായത് നമ്മളുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഓരോ തദ്ദേശീയ സഭകളും സാംസ്കാരിക അനുരൂപണത്തിലൂടെ വിശ്വാസ പ്രകടനങ്ങൾ നടത്തുക. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് നമുക്ക് അത്രയ്ക്ക് ഒരു സ്വാതന്ത്ര്യം സഭ അനുവദിച്ചു തന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരം, അവിടുത്തെ കലാരൂപങ്ങൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ മനുഷ്യ സമൂഹത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരു ആഗ്രഹം പാട്ടുള്ളത് കൊണ്ട് കൂടിയാണ്. പാട്ട് പാടാൻ കഴിവുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടുകൂടി നമുക്ക് അതിനൊരു സാധ്യതകളെ കുറിച്ച് ആലോചിക്കുകയും ഈ രീതിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തെങ്കിലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചോളൂ, ഈ കർണാട്ടിക് മ്യൂസിക് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, അത് നോക്ക, ഒരു കൈ നോക്ക്, നമ്മളത് കഴിയുന്നത്. അപ്പോ അങ്ങനെ ഒരു പരിശ്രമം നടത്തിയതാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഈസ് ഡീപ്ലി സ്പിരിച്വൽ, വളരെ ആത്മീയത നിറയുന്ന ഒരു സംഗീത ശാഖയാണ്. ഹിന്ദുസ്ഥാനി സംഗീത ശാഖ പോലെയല്ല നോർത്ത് ഇന്ത്യൻ. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റൈലാണ് അതിന്. പക്ഷെ ഈ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭക്തിമയമാണല്ല, അല്ലെങ്കിൽ ഈശ്വര സ്തുതികളാണല്ല. അപ്പോ അത് ഞാൻ ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവ വഴിയിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ഒരു വഴിയിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചിറങ്ങുന്ന ആളുകളെയാണല്ലോ നമ്മൾ വൈദികരെന്ന് പറയും. അപ്പൊ അത് ഞാൻ നോക്കുമ്പോൾ ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ. പക്ഷെ അതേസമയം തന്നെ പ്രൊഫഷണൽ കർണാട്ടിക് വേൾഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ലോകമാണ് കർണാട്ടിക് വേൾഡ്. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അവിടേക്ക് ഒരു എൻട്രി കിട്ടുക, അവിടെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക് ഫോർ എ പ്രീസ്റ്റ്. കാരണം ഇത് എല്ലാ ദിവസവും സാധന ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചലഞ്ചാണ് അത്. അപ്പൊ അതുകൊണ്ട് പല അച്ഛന്മാർ പഠിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പൊ എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ സഭ, പ്രത്യേകിച്ച് ഞാൻ മെമ്പറായിട്ടുള്ള CMI സമൂഹം എന്നെ പട്ടം കഴിഞ്ഞിട്ട് 12 കൊല്ലം സംഗീതം ഫുൾ ടൈമായിട്ട് പഠിപ്പിച്ചു. എനിക്ക് തോന്നുന്നില്ല ഒരു അച്ഛനും ലോകത്തിൽ അങ്ങനെ പഠിച്ചെന്നത് എൻ്റെ അറിവിലില്ല, ചുരുക്കമാണത്, അത്ര എളുപ്പമല്ല. അപ്പൊ അത് എൻ്റെ സഭ എനിക്ക് തന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെ പഠിക്കുവാനും കുറെ വലിയ വിദ്വാൻമാരുടെ കൂടെ കുറച്ച് സഞ്ചരിക്കാനും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പ്രിയങ്കരനായുള്ള ദാസേട്ടൻ്റെ ഒരു എളിയ ശിഷ്യനാകുവാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഏകദേശം 28 വർഷത്തോളം വളരെ ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുകയുണ്ടായി. അമേരിക്കയിൽ, അല്ലെങ്കിൽ ഇവിടെ ഇവിടേക്ക് ദുബായിൽ വിളിക്കും, അല്ലെങ്കിൽ ചെന്നൈയിൽ വീട്ടിൽ താമസിപ്പിച്ച് ഒരു ഗുരുകുല ഒരു പഠനത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ഒരുപാട് എൻ്റെ സംഗീതത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പരിശോധിച്ച് പരിഹാരങ്ങൾ എനിക്ക് ചെയ്തെന്നുള്ള ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സ്നേഹം എനിക്ക് തന്ന പ്രിയപ്പെട്ട ദാസേട്ടൻ എന്നോട് എത്ര നന്ദി പറഞ്ഞ തീർന്ന വാക്കുകളല്ല. അപ്പൊ അദ്ദേഹം എനിക്കൊരു നല്ലൊരു വഴി തുറന്നു തന്നു. അതിനെന്നും നന്ദിയുള്ളവനാണ് ഞാൻ. അച്ഛൻ, ഞാൻ അച്ഛന്റെ യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ കുർബാന കേട്ടിട്ടുണ്ട്, ഒരു ഇന്ത്യൻ മ്യൂസിക്കില്. ശരിക്കും സീറോ മലബാർ കുർബാന എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ചങ്ങനാശ്ശേരി ട്യൂൺ, അല്ലെങ്കിൽ എറണാകുളം ട്യൂണ്, പിന്നെ കാഞ്ഞിരപ്പള്ളി, ഈ മൂന്നെണ്ണേ ഞാൻ എൻ്റെ അറിവിൽ അറിയത്തുള്ളൂ, കേട്ടിട്ടുള്ളൂ, പാടിയിട്ടുള്ളൂ. പക്ഷെ അച്ഛന്റെ ആ ഒരു ഫീല് തന്നെ കുർബാനയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ടൈം ഓരോ പ്രെയറിൽ പോലും
ആ ഒരു സംഗീതമുണ്ട്. അത് എങ്ങനെ അച്ഛനാണോ അത് രൂപകൽപ്പന ചെയ്തെടുത്തത്? അതെ, അത് എൻ്റെ കുറെ കാലത്ത് ഒരു ആഗ്രഹമാണ് ഇങ്ങനെ സീറോ മലബാർ സഭയ്ക്ക് ഫുൾ മ്യൂസിക് ആയിട്ടുള്ള ഒരു കുർബാന വേണമെന്ന് വന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല രാഗങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ ചില ഒബ്സർവേഷൻസ് ഞാൻ പറയാം. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് കുർബാന എന്നൊക്കെ പറയുന്നത് അത് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഇപ്പൊ ആബേലച്ചൻ ആദ്യം രൂപം ചെയ്തിട്ടുള്ള പാട്ട് കുർബാന തുടങ്ങി എനിക്ക് കേട്ട് പരിചയങ്ങളാണ്. അതിനുശേഷം ഇപ്പോൾ ദേവൂസ് അരവിന്ദന്റെ പാട്ടുകള് കുറെ കാലങ്ങളായിട്ട് സഭയിൽ നിന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ പല ചങ്ങനാശ്ശേരി ട്യൂൺ, കാഞ്ഞിരപ്പള്ളി ട്യൂൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഹൈലി മെഡിറ്റേറ്റീവ് ആണ്. അതുകൊണ്ടാണ് അതിനൊരു ഈശ്വരോന്മുഖത ഭയങ്കരമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പാട്ട് ഒരു കച്ചേരി, ഞാൻ കച്ചേരി ഒക്കെ ചെയ്യാനായിട്ടൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ കച്ചേരി ചെയ്യുമ്പോൾ ഒരൊറ്റ ശ്രുതിയിലാണ് 2.5 മണിക്കൂർ പാടുന്നത്. ശ്രുതി എന്ന് പറഞ്ഞ പിച്ച്, പാട്ടിന്റെ ഒരു ബേസിക് പിച്ചിനെയാണ് ശ്രുതി എന്ന് പറയുന്നത്. 2.5 മണിക്കൂറാണ്. അപ്പൊ ആ ശ്രുതി നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷന് കുറെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതിലേക്ക്. പക്ഷെ നമ്മുടെ ഈ സീറോ മലബാർ പാട്ടുകൾ എന്ന് പറയുന്നത്, എൻ്റെ ഇത് ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്, അത് പല പിച്ചിലാണ്. ഇപ്പോ ഒരു പാട്ട് സി മേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പാട്ട് ഡി മൈനറിലേക്ക് പോയി, അടുത്ത പാട്ട് എഫ് മേജറിലേക്ക് പോയി. അപ്പോ ഇത് വെസ്റ്റേൺ മ്യൂസിക്കില് അത് വേറെ ശൈലിയാണ്. പക്ഷെ ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മൾ പറയുമ്പോൾ നമുക്കൂടെ ഒരു സാംസ്കാരിക പാരം, അതിന് ഒറ്റ ശ്രുതിയിൽ ഇങ്ങനെ പോണതാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് കുർബാന ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ഒരൊറ്റ ശ്രുതിയിലാണ് തുടക്കം തുടങ്ങിയ അവസാനം വരെ. അതുകൊണ്ടാണ് അതിൽ കേൾക്കണവരൊക്കെ ഒറ്റ ശ്രുതിയിലാണ്. അതുകൊണ്ടാണ് കേൾക്കണവർ മുഴുവൻ പറയുന്നത്, അയ്യോ അച്ഛൻ ഇതിൽ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ കുർബാന പല സ്ഥലത്ത് ചെല്ലി കഴിയുമ്പോൾ ആൾക്കാർ എന്നോട് വന്ന് ഇങ്ങനെ പ്രതികരണം പറയാറുണ്ട്, ഞങ്ങള് ഫുള്ളായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് നമ്മുടെ ഒരു കഴിവല്ല, സംഗീതത്തിന് അതിനുള്ള വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. അത് തന്നെയല്ല, ഇത് കൂടുതൽ തിക്കും തിരക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം നമ്മുടെ സഭയിലുണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ആരാധനാ സംഗീതത്തില് ആളുകൾ മുഴുവൻ ഈ ആരാധനാ സംഗീതം സിനിമാ സംഗീതമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ആരുടെ കുഴപ്പമാണ്? അതങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരാധനാ സംഗീതം എന്ന് പറയുന്നത് സിനിമാ സംഗീതമല്ല. അപ്പൊ സിനിമാ സംഗീതത്തിൽ നമുക്ക് ഒച്ചയും ബഹളവും അതും ഇതും ഒക്കെ ഉണ്ടാകാം, കുഴപ്പമില്ല. പക്ഷെ ആരാധനാ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യനെ ഈശ്വരോന്മുഖനാക്കണം. അവിടെ പള്ളിയിൽ വരുമ്പോൾ ആൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മുടെ പാട്ടുവാനം പാടി. ഏത് പാട്ടിലും ഡ്രംസിന്റെ ബീറ്റാണ്. അത് ഞാൻ ഡ്രംസിന്റെ ബീറ്റിന് എതിരായിട്ട് ഞാൻ പറയുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ ഭക്തിക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് എനിക്ക് കുറെ കാലത്ത് എന്റെ ബോധ്യത്തിൽ പറയാൻ തോന്നിയത് ഈ പാട്ട് കുർബാനയിലൂടെയാണ്. അപ്പൊ ഞാൻ വെറുതെ അതും പറഞ്ഞോണ്ട് ഞാനൊരു മോഡല് ക്രിയേറ്റ് ചെയ്യണല്ലോ. അങ്ങനെ എൻ്റെ ഒരു 2006 ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കിയത്. അപ്പൊ അത് നമ്മൾ ചെറിയൊരു പരിശ്രമം നടത്തി. അത് ഇനി എന്നാണ് സഭ അത് അക്സെപ്റ്റ് ചെയ്യുന്നതും അത് ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ അത് നിലവിൽ വേറെ ആരും ചെല്ലുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ അധികാരികളുടെ അനുവാദവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പള്ളികളിലേക്ക് അത് വരണമെങ്കിൽ പല സ്ഥലങ്ങളിലും ഞാൻ എന്നെ പാട്ട് കുർബാനയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വളരെ ഇൻഫോർമൽ ആയിട്ട് അതൊക്കെ പോയി നടത്താറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോപ്പുലർ ലെവലിലേക്ക് വരണമെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കുണ്ടല്ലോ. ശരിക്കും അച്ഛന്റെ ആ ഒരു കുർബാന ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ആരാധനയ്ക്കൊക്കെ പോയിരിക്കുമ്പം നമ്മളെ കുറെ സമയം കൊണ്ട് ആ ഒരു ഓസ്തിയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ വരുന്ന ഒരു മൈൻഡ്, അത് ആ കുർബാന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ അച്ഛന്റെ അതിലുണ്ട്, ആ ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോ അപ്രൂവ് കിട്ടിയാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ബെറ്റർ ആയിട്ട് വേറെ ആരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതില് എല്ലാത്തിലും അങ്ങനെയാണ് ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടാവും. ഒറിജിനൽ നമ്മൾ ഇറക്കി കഴിയുമ്പോൾ ആരും അതുപോലെ പാടുന്ന ഒരു വളരെ ചുരുക്കം ഒരു പ്രാക്ടീസ് അതിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം സംഗീതത്തിന് മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കാൻ വലിയൊരു ശക്തി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് സാധാരണ പറയാറ് മ്യൂസിക് ഈസ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ലിറ്റർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സംഗീതം കൂടുതൽ നമ്മുടെ ഈ പ്രോസ്, ഞാൻ അതിലത്തെ പ്രാർത്ഥനകളടക്കം അല്ലെങ്കിൽ ലേഖനം വായിക്കുന്ന, സുവിശേഷം വായിക്കുന്ന അടക്കം ഒരു ചാൻഡ് എന്ന് പറയും, സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആളുകൾ അത് കഴിയുമ്പോൾ ആളുകൾ അങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിലാണ്. അത് നമ്മുടെ വായന്ന് വീഴുന്ന ഓരോ അക്ഷരവും അവരുടെ ഉള്ളിലേക്കാണ്ട് കേറി പോവുകയാണ്. അതിനുള്ളൊരു വൈബ്രേഷൻ ഈ
മ്യൂസിക്കിനുണ്ട് ശരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ ഡയമെൻഷനിൽ കടക്കുന്നില്ല. കടക്കാത്തതിന്റെ ഒരുപാട് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്പിരിച്വൽ ഡയമെൻഷനൊക്കെ ഒന്നുകൂടി തേടി അന്വേഷിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കുർബാനയാണ്. അപ്പൊ ഞാനതിൽ കുറച്ചൊരു 10-12 രാഗങ്ങൾ തിരഞ്ഞെടുത്തിട്ട്, രാഗങ്ങൾ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആളുകൾക്ക് പേടിയാണ്. പക്ഷെ നമ്മുടെ പരിശുദ്ധാത്മാവ് എന്നുള്ള പാട്ട് അത് കർണാടക സംഗീതത്തിലെ ഏറ്റവും റയറായിട്ടുള്ള ഒരു രാഗമാണ്. 14ാമത്തെ മേളകർത്ത രാഗം എന്ന് പറയും, ബൊഡുളാഭരണം. അതിലാണ് KK ആന്റണി മാസ്റ്റർ അഭിലച്ചൻ എഴുതി KK ആന്റണി മാസ്റ്റർ പാട്ട് ചിട്ടപ്പെടുത്തി. അത് രൂപക താളം എന്ന് പറയും. 1 2 1 2 3 4 പരിശുദ്ധാത്മാവേ നീ എഴും. അത്രയും ക്ലാസിക്കൽ സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആർക്കും അത് മനസ്സിലാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്ക് മനോഹരമായിട്ട് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു വശം എടുത്ത് ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാനും അത് തന്നെയാണ് എൻ്റെ ഈ പാട്ട് കുർബാനയില്. ഞാൻ ഈ രാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും സിമ്പിൾ ഫോം എടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ പറയുന്നതാണ്, 1ാമത്തെ പാട്ട് ഇങ്ങനെ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. അധികം പിച്ചില്ല അതിന്. ഇപ്പോ നമ്മുടെ പല അച്ഛന്മാരും ഈ പിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അച്ഛന്മാർക്ക്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അതേ രീതിയിൽ ട്രെയിൻഡ് അല്ലല്ലോ. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സംഗീതത്തില് ടൈം തിയറി ഓഫ് രാഗാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓരോ രാഗങ്ങളും ഉപയോഗിക്കുന്നതിന് സമയക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ പെസഹ ഇത് രേവഗുപ്തി അല്ലെങ്കിൽ ഭൂപാളം എന്നൊക്കെ പോപ്പുലർ ആയിട്ട് പറയുന്ന ഒരു രാഗമാണ്. ഇത് മോർണിംഗ് രാഗമാണ്. അപ്പൊ നമ്മുടെ മിക്ക കുർബാനകളും രാവിലെയാണ്. ചെറിയ ചുരുക്കം പെരുന്നാളോ ഒക്കെ വല്ലതൊക്കെ വരുമ്പോൾ. പക്ഷെ മെയിൻ അപ്പൊ ആ മോർണിംഗ് വൈബ്രേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രാഗമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ രാഗത്തിനും താളത്തിനൊന്നും ഒരു മതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മള് ഇന്ത്യയിൽ ജനിച്ച ക്രിസ്ത്യാനിക്കും അവകാശപ്പെട്ടതാണ് ഈ അർത്ഥത്തില് രാഗവും താളവും, അല്ലെങ്കിൽ മുസ്ലിമിന് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആളുകളിലേക്ക് ഒരു അവബോധം കൂടി സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ പാട്ട് കുർബാന. ഈ രാഗം എന്ന് പറയുന്നത് നമ്മൾ അകലം നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പാടിയ പാട്ടില് ഹിന്ദോള രാഗാർദ്രനായി ഞാൻ കൈതപ്പുറം സാറിനോട് പറഞ്ഞു ചെയ്യിച്ചത്. ആദ്യ വരി ഞാൻ അങ്ങനെ എഴുതി വെച്ചിരുന്നു. കാരണം യേശുവിന് ഹിന്ദോള രാഗം ഇഷ്ടമാണ്, എല്ലാ രാഗങ്ങളും ഇഷ്ടമാവും. കാരണം രാഗത്തില് അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നാദപ്രപഞ്ചമാണ് രാഗം എന്ന് പറയുന്നത്. അവിടെ ദൈവങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ അവിടേക്ക് ദൈവങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് അതിനൊരു സാർവത്രിക ഭാവമാണ്. ആർക്കും ഉപയോഗിക്കാതെ. ഒരുപക്ഷെ എൻ്റെ റിസർച്ചിന്റെ ഒരു അടിസ്ഥാനം അതാണ്. ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ PhD കഴിഞ്ഞു. കർണാട്ടിക് മ്യൂസിക് ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്നാണ് എൻ്റെ വിഷയം. അപ്പൊ അതില് തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ക്രൈസ്തവ സംഗീതത്തിലെ കർണാടക സംഗീതത്തിന്റെ സ്വാധീനം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യൻ പെർഫോമിംഗ് മ്യൂസിക് ഡെവലപ്പ് ചെയ്യണം നമ്മുടെ സഭയിൽ. അപ്പോ ഈ കച്ചേരികളൊക്കെ നടക്കുന്നത് എവിടെയാണ്? അമ്പലത്തിലാണ്. ഒരുപാട് ഞാൻ കേരളത്തില് അങ്ങോളം പോയി തൃപ്പൂണിത്തറ RLB മ്യൂസിക് കോളേജിൽ നിന്ന്, പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ നിന്ന്, തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള സംഗീതജ്ഞരെ, ക്രൈസ്തവ സംഗീതജ്ഞരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യം, വലിയ വിഷമമാണ് അവർക്ക്. പള്ളിയിലിട്ട് പാടാൻ പറ്റില്ല, അമ്പലത്തിലുള്ള പാടാനുള്ള സാധ്യത അവർക്കില്ല. അവർ പഠിച്ചത് മുഴുവൻ അവിടെയല്ല ഇവിടെ ഇല്ലാത്തൊരു സ്ഥിതി. അപ്പൊ എനിക്ക് തോന്നി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, അതായത് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിക്കൽ സംഗീതം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളില് കർണാടക സംഗീതം പഠിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ മക്കൾക്ക് അത് പള്ളിയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിൽ ഉപകരിക്കാവുന്ന രീതിയിൽ ക്രൈസ്തവ ശാസ്ത്രീയ സംഗീതം രൂപപ്പെടുത്താനായിട്ട് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അതിന്റെ പുറകിലാണ്. പല പരിപാടികൾക്ക് ഇടയ്ക്ക് അതെന്റെ വലിയൊരു, ഞങ്ങൾ പല പള്ളികളിലും, അഴീക്കോട് ഞങ്ങളൊരു ഹാർമണി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ക്രൈസ്തവ സംഗീതജ്ഞരെ കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം. എൻ്റെ സ്വന്തം ഇടവുക എന്ന് പറഞ്ഞ തൃശ്ശൂരടുത്ത് വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ ഓൾ കേരള ബൈബിൾ സംഗീതോത്സവം നടത്തുന്നു. അത് ഈ ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കാണ്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ
നമ്മുടെ പള്ളികളിൽ കച്ചേരി നടത്താം. ഉം. കച്ചേരി ആളുകൾക്ക് വലിയൊരു അനുഭൂതിയാണ്. ഉം. അപ്പോ എന്റെ ചില സ്ഥലത്ത് പെരുന്നാളിന് ആളുകള് കച്ചേരിക്ക് വിളിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പള്ളിയിൽ സംഘർഷം വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കമ്മിറ്റിയിൽ അവർക്ക് ഗാനമേള മാത്രം മതി, ഇതെന്താ കച്ചേരി നമുക്കൊന്നും മനസ്സിലാവണ്ടല്ലോ. അങ്ങനെ ഞാൻ തൃശ്ശൂര് കത്തീഡ്രൽ പുത്തൻ പള്ളിയില് അവിടെ നല്ലൊരു വികാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവിടെ നടത്താം ആളുകളെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ കച്ചേരി നടത്തി. അപ്പൊ കച്ചേരി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചു ഞാൻ 5 മിനിറ്റ് കേട്ടിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോവാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇത് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല, ഞാൻ മുഴുവൻ സമയം ഇരുന്ന് കേട്ടു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം, നമുക്ക് ഒരുപാട് മുൻവിധികളാണ്. ശാസ്ത്രീയ സമയം നമുക്ക് മനസ്സിലാവില്ല, അത് ഹിന്ദുക്കളുടെ ആണെന്നും അത് നമുക്ക് മനസ്സിലാകണതല്ല, നമുക്കതൊന്നും പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതിന് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ കഴിഞ്ഞ ജൂൺ 15 തൃശ്ശൂരത്തെ ഏറ്റവും വലിയൊരു പള്ളിയാണ് ഒല്ലൂര് പള്ളി. ആ പള്ളിയിലത്തെ പെരുന്നാളിന് ഞാൻ കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആളുകളോട് ഓരോ രാഗങ്ങൾ എന്താണ്, അതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ എഡ്യൂക്കേറ്റും ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതൊരു ആവശ്യമാണ്. അപ്പൊ തുടക്കത്തിൽ തുടങ്ങിയ അവസാനം ഒറ്റ ആൾക്കാർ എഴുന്നേറ്റ് പോയില്ല. എന്നോട് വിചാരിച്ച അവസാനം പറഞ്ഞു, അച്ചോ ഇങ്ങനൊരു പരിപാടി നടന്നല്ലോ, ഒറ്റ ആൾക്കാർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. നമ്മുടെ കഴിവൊന്നുമില്ല അതില് നമ്പുരാൻ. അപ്പോൾ ഒരു പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഒരു മിഷൻ സഭയിൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ എനിക്ക് സഭ സിനഡ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവ് അവിടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് എന്നെ കച്ചേരിക്ക് വിളിക്കുകയും ബിഷപ്സിന്റെ മുമ്പിൽ കച്ചേരി നടത്താനുള്ള ഒരു അവസരം തരികയും അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രോത്സാഹനം എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷെ അത് പതുക്കെ പതുക്കെയാണ്. അതൊരു വലിയൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് സാവധാനമേ അത് വേര് പിടിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമം ചെയ്തുകൊണ്ടിരിക്കും. യോഗ ഈ നമ്മുടെ മ്യൂസിക് മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്